Hello, good afternoon. Welcome to Law Simmers Law School. ഇപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേറൊരു എസ് എൻവയൺമെന്റൽ ലോയ്ക്കകത്ത് മറ്റൊരു എസ് ഞാനിപ്പം ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പം ഇതിലെ അതിൻ്റെ സബ് ടോപ്പിക്സ് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയട്ടെ. ഇൻട്രൊഡക്ഷനൊക്കെ ശരിക്കും നമ്മൾ തനിയെ എഴുതുക. ഇൻട്രൊഡക്ഷനും കൺട്രിബ്യൂഷനും ഒന്ന് തനിയെ എഴുതാൻ ശ്രദ്ധിക്കുക. വീഡിയോ ലെങ്തി ആയി പോകുന്നു. സോ ഇതിലെ സബ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി, ഫസ്റ്റ് വൺ. സെക്കൻഡ്, യൂസ് ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. തേർഡ് ടോപ്പിക് ഈസ് environmental protection. The fourth one is precautionary principle. Fifth one, polluter pay principle. Sixth subtopic, poverty eradication. Then public trust doctrine and some additional principles പറഞ്ഞിട്ട് ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഒരു എസ് എ. നമുക്ക് 6-7 സബ് ടോപ്പിക്കുണ്ട്. ഇത് വെച്ചിട്ടൊരു എസ് എ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ കേസ് ലോസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഔട്ട് ഓഫ് 12.5 ഒരു 9 to 10 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ഇൻട്രൊഡക്ഷനും നിങ്ങൾ ഒരു കൺക്ലൂഷനും ഒന്ന് എഴുതുക. അപ്പം നോക്കാം. ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി ഫസ്റ്റ് സബ് ടോപ്പിക്. അപ്പോൾ പ്രസൻറ്റ് ജനറേഷനാണ് ഇപ്പോഴത്തെ റിസോഴ്സിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ. അപ്പം നമ്മളത് യൂസ് ചെയ്ത് എക്സോസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ജനറേഷന് വരുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാത്തതാവരുത്. അപ്പം the present generation are custodians, so we have to carefully use it. പിന്നെ today's economic growth does not compromise with tomorrow's environmental security. നമ്മളിപ്പോൾ ഈ വർഷം ഇപ്പം നമുക്ക് ഗ്രോത്ത് വേണം എന്ന് പറഞ്ഞിട്ട് നാളത്തെ എൻവയൺമെൻറ്റൽ സെക്യൂരിറ്റിയെ നമ്മൾ ഹാം ചെയ്യാൻ നോക്കരുത്. Then it connects human rights across generation. ഇപ്പോൾ ലിങ്കിങ് ഓഫ് എൻവയൺമെൻറ്റ് ടു ലോങ് ടേം ജസ്റ്റിസ് ആണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എൻവയൺമെൻറ്റ് നമ്മുടെ ജനറേഷനും നെക്സ്റ്റ് ജനറേഷനും നമ്മുടെ പ്രീവിയസ് ജനറേഷൻ നമുക്ക് തന്നു അല്ലേ. നമുക്ക് ആ റിസോഴ്സസ് തന്നു, നമ്മളത് യൂസ് ചെയ്യുന്നു. അത് എക്സോസ്റ്റ് ചെയ്യാതെ, അത് പൊള്യൂട്ട് ചെയ്യാതെ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് എൻവയൺമെൻറ്റൽ ഹാം ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ അത് അക്രോസ് ജനറേഷൻസ് നമ്മളത് യൂസ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരിക. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റെക്കഗ്നൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് ഇൻ്റർനാഷണൽ കസ്റ്റമറി ഇൻ്റർനാഷണൽ ലോ. അതേപോലെ ഇത് എവിടെ വന്നിട്ടുണ്ട്, ഈ സാധനം ആർട്ടിക്കിൾ 21 കയറി വരികയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ടു എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ദെൻ ഇതിന് കൺസേൺ ആയിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത് ഇത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇന്റർ ജനറേഷണൽ ഇക്വിറ്റി, ദ കേസസ് വിച്ച് ആർ ഒബ്സർവ്ഡ് the concept of intergenerational equity are: first one, Vellore Citizens Welfare Forum versus UOFI. അത് ഏതാണ്? 1996 കേസാണ്. എന്താ അവിടെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്? ഇന്റർജനറേഷണൽ ഇക്വിറ്റി ആസ് പാർട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ ആർട്ടിക്കിൾ 21. അതേപോലെ ഡിക്ലെയർഡ് ബൈൻഡിങ് ലോ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. ആപ്ലിക്കബിൾ ടു ഓൾ ഇൻഡസ്ട്രീസ് ആൻഡ് പോളിസീസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ലിങ്ക്ഡ് വിത്ത് എൻവയൺമെൻറ്റൽ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് കേസ് അത് കഴിഞ്ഞു. സെക്കൻഡ് കേസ് ടാക്സ് ട്രപ്പീസിയം കേസ്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കൺസെപ്റ്റും നമ്മളിത് ആ പറഞ്ഞിരിക്കുന്ന ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ എസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. എന്താണ്? തീർച്ചയായിട്ടും ഓർഡേർഡ് ഇൻഡസ്ട്രീസ് ടു
ടു ക്ലീനർ ഫ്യൂവൽ, ക്ലീനറായിട്ടുള്ള ഫ്യൂവൽ, അതായത് റിഫൈൻഡ് ഫ്യൂവൽ വേണം ഇതിന് ഉപയോഗിക്കാൻ. എന്താണ് ഇറ്റ് ഈസ് ടു ദ പ്രൈം എയിം ഈസ് ടു പ്രൊട്ടക്ട് താജ്മഹൽ. പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹെറിറ്റേജ്, ഒരു ഹെറിറ്റേജ് ആണല്ലോ. അപ്പോൾ ആ ഹെറിറ്റേജ് ഇത് ചെയ്യുക എന്നുള്ളതും നമ്മളുടെ ഒരു പ്രിസർവേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജനറേഷന്, അത് ഇൻ്റർ ജനറേഷണൽ പ്രിൻസിപ്പിൾ അവിടെ ആപ്ലിക്കേഷൻ വരുന്നതാണ്. പിന്നെ ബാലൻസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വിത്ത് എൻവയോൺമെൻറ്റൽ ലീഗസി. നമ്മൾ എൻവയോൺമെൻറ്റൽ എന്താണ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ലീഗൽ കൺസെപ്റ്റ്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ലീഗൽ കൺസെപ്റ്റ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടാവുമ്പം എൻവയോൺമെൻറ്റിന് ചെറിയ ഹാം ഉണ്ടാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്, പക്ഷേ ഇറ്റ് ഷുഡ് ബാലൻസ് വിത്ത് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിന് അധികം എന്താണ് ഡാമേജ് വരാത്ത രീതിയിൽ വേണം ഇത് ചെയ്യാൻ. അടുത്ത നെക്സ്റ്റ് മൂന്നാമത്തെ കേസ് SR Oil ലിമിറ്റഡ് വേഴ്സസ് ഹാലർ ഉത്കർഷ് സമതി. എന്താണ് പറഞ്ഞേക്കുന്നത്? സ്ട്രെസ് പ്രൊട്ടക്ഷൻ ഓഫ് കോസ്റ്റൽ ഏരിയാസ്, കോസ്റ്റൽ ഏരിയാസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. പിന്നെ പറഞ്ഞ എന്താണ് അതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട്. അത് റിപ്പാരിയൻ റൈറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. ഈ കോസ്റ്റൽ ഏരിയയിലുള്ള ആ എന്താണ് ബോർഡർ സ്ട്രീം ഏരിയയിലൊക്കെയുള്ള ആ റൈറ്റ്സ് എന്താണ് അതിന് റിപ്പാരിയൻ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആ സെക്കൻഡ് യൂണിറ്റിനകത്ത് റിപ്പാരിയൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് ഈ സംഭവത്തിനകത്ത് വരുന്നതാണ്. കോഡ് സ്ട്രെസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് കോസ്റ്റൽ ഏരിയാസ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. ദെൻ പ്രൊജക്ട്സ് affecting fragile ecosystem must undergo strict scrutiny. ഈ ഫ്രാജിൽ എപ്പോൾ വേണേലും അടർന്ന് പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റമാണ്. അപ്പം നല്ല സ്ക്രൂട്ടിനിയോട് കൂടി വേണം ഇതെല്ലാം തന്നെ, ഈ പ്രോജക്ട്സ് എല്ലാം തന്നെ നമ്മൾ ക്യാരി ഓൺ ചെയ്യാൻ. അതേപോലെ അഫോം ലോങ് ടേം ഇക്കോളജിക്കൽ സെക്യൂരിറ്റി ഓവർ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ്സ്. ഒരു ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് മാത്രമല്ല, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വേണം. എത്രമാത്രം എൻവയോൺമെൻറ്റിനെ ആ കോസ്റ്റ് കൊണ്ട് കോസ്റ്റ് ബെനിഫിറ്റ് ഫ്യൂച്ചർ ജനറേഷന് അല്ലെങ്കിൽ പ്രസൻറ്റ് ജനറേഷന് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാവും. ഇഫ് ദ ബെനിഫിറ്റ് എന്താണ് ഓവർവെയ്സ് ദ കോസ്റ്റ് ഓർ ഹാം ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അത് EIA എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അനാലിസിസ് വെച്ചിട്ട് പല എന്താണ് ടെസ്റ്റും ഉണ്ട് അതിനകത്ത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ടോപ്പിക്. ഇവിടെ 3 കേസുകൾ ഏതൊക്കെയായിരുന്നു? വെല്ലൂർ സിറ്റിസൺ, ടാച്ച് ടപ്രീസിയം, SR Oil. ഈ 3 കേസായിരുന്നു. ദെൻ യൂസ് ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ റാഷണൽ യൂസ്, യൂസ് ഓഫ് റിസോഴ്സ് വിത്തൗട്ട് ഡിസ്ട്രോയിങ് റീജനറേറ്റീവ് കപ്പാസിറ്റി. റിന്യൂവബിൾ സോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുക. ഈ റീജനറേറ്റീവ് കപ്പാസിറ്റി ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിലുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അത് ചെയ്യാതെ ഉപയോഗിക്കുക. അതാണ് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ഓഫ് റാഷണൽ യൂസ് എന്ന് പറയുന്നത്. ദെൻ കൺസർവേഷൻ എൻഷ്യൂർസ് ഇക്കോളജിക്കൽ ബാലൻസസ് ആസ് വെൽ സസ്റ്റൈനബിൾ ബയോഡൈവേഴ്സിറ്റി. ഒരു ബാലൻസ് വേണം. ഏത് തമ്മിലാണ് ബാലൻസ് വേണത്? ഇക്കോളജിയുമായിട്ടൊരു ബാലൻസ്. എന്ത്? സസ്റ്റൈനബിൾ ബയോഡൈവേഴ്സിറ്റി. ഇത് തമ്മിലുള്ള ബാലൻസ് വേണം. ഒരു കൺസർവേഷൻ, ആ കൺസർവേഷൻ നമ്മൾ അത് എൻഷ്യൂർ ചെയ്തിരിക്കണം. ദെൻ 48A ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും 51AG ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും. ഒരെണ്ണം സ്റ്റേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, ഒരെണ്ണം സിറ്റിസണിൻ്റെ ഒബ്ലിഗേഷൻ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് എക്സ്പ്ലോയിറ്റേഷൻ ഫോർ ഷോർട്ട് ടൈം ബെനിഫിറ്റ്സ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലോങ് ടേം വെൽഫെയർ. ലോങ് ടേം വെൽഫെയറിന് വിലയില്ലാത്ത രീതിയിൽ
ഒരു ഷോർട്ട് ടേം എക്സ്പ്ലോയിറ്റേഷൻ അത് ഒരു ബെനിഫിറ്റും ഇങ്ങനെ കൊണ്ടുവരത്തില്ല. അപ്പം അതാണ് എന്താ യൂസ് ആൻഡ് കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്ന കേസസ്. സ്റ്റേറ്റ് ഓഫ് ബീഹാർ വേഴ്സസ് ബാൻഷിറ മോഡി എന്താണ് കോർട്ട് എംഫസൈസ് ചെയ്തത്? റാഷണൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്, റിസോഴ്സ് യൂസ് മസ്റ്റ് അലൈൻ വിത്ത് എൻവയൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഓൾസോ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് ആൻഡ് കൺസർവേഷൻ ഓഫ് ഡ്യൂട്ടീസ്. അത് ആ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡൂൺസ് വാലി മൈനിങ് കേസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെയും ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാൻഡ് ഡിസ്ട്രക്റ്റീവ് ലൈംസ്റ്റോൺ മൈനിങ് ഇൻ ഡെഹ്റാഡൂൺ. ആ ഡൂൺ വാലി ഡെഹ്റാഡൂണിലുള്ള ഡൂൺ വാലി മൈനിങ് സ്ഥലത്തെ എന്താണ് ഡിസ്ട്രക്റ്റീവ് ലൈംസ്റ്റോൺ അത് മൈൻ ചെയ്യുന്നത് അത് ബാൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇറ്റ്സ് ഡിക്ലെയർഡ് ഇക്കോളജിക്കൽ ബാലൻസ് ഫോർ മോർ ഇമ്പോർട്ടൻറ്റ് ഇക്കോളജിക്കൽ ബാലൻസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ് എന്തിന് ദാൻ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ്. ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് അല്ല അവിടെ എന്താ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ് അല്ല അവിടെ കൂടുതൽ നമ്മൾ നോക്കേണ്ടത്, ഇക്കോളജിക്കൽ ബാലൻസ് ആണ് നോക്കേണ്ടത്. അതിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ഈ ഡൂൺസ് വാലി കേസിനകത്ത് പറഞ്ഞു. ഓൾസോ ഇറ്റ് സ്ട്രെങ്തൻ ദ കൺസർവേഷൻ ആൻഡ് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ്. കൺസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഇതെല്ലാം കൺസേർവ് ചെയ്യണം എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റിനെ ഒന്നുകൂടി ഇങ്ങനെ പോളിഷ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്ത് എൻഫോഴ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ദെൻ TN ഗോദവർമൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1990 എന്താണ് ഗോദവർമൻ തിരുവുൽപ്പാടല്ലേ. അപ്പോൾ അത് ഇങ്ങനെ കേസ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും അത് നെവർ എൻഡിങ് കേസ് പോലെയാണ്. അത് നെവർ എൻഡിങ് മാൻഡമസ് ആണ്. ഓരോ സ്റ്റേറ്റിലെയും ഓരോ എൻവയോൺമെൻ്റലിസ്റ്റും ഇങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു എൻവയോൺമെൻ്റൽ ഹാം ഉണ്ടാവുമ്പോൾ ഉടനെ ഇത് പോയി ഇംപ്ലീഡ് ചെയ്ത് ഇൻവോക്ക് ചെയ്ത് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത അത് ചെയ്യുന്നത്. അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇട്ടേക്കുന്നത്, ഒരു ലോക്കൽ സ്റ്റാൻഡ് അവിടെ ഇട്ടേക്കുന്നത് കൊണ്ട് ഇറ്റ്സ് എ നെവർ എൻഡിങ് എന്താണ് റിട്ട് ഓഫ് മാൻഡമസ് ആണ്. സോ സുപ്രീം കോർട്ട് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വയ കണ്ടിന്യൂസ് മോണിറ്ററിങ്. കണ്ടിന്യൂസ് ആയിട്ട് കോർട്ട് മോണിറ്ററിങ് നടക്കുകയാണ്. ആൻഡ് ഇറ്റ് സ്റ്റോപ്ഡ് എന്താണ് ലാർജ് സ്കെയിൽ ടിംബർ ഫെല്ലിംഗ് ആൻഡ് മിസ്യൂസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ്. ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ കേസിനകത്തും TN ഗോദവർമ്മയുടെ കേസ് പറയാൻ പറ്റും. നമ്മൾക്ക് എന്താണ് വാട്ടറിൻ്റെ കേസിനകത്തും പറയാൻ പറ്റും. അങ്ങനെ എല്ലാ കേസിനകത്തും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ബിക്കെയിം എ ലാൻഡ്മാർക്ക് ഇൻ ജുഡീഷ്യൽ ഫോറസ്റ്റ് കൺസർവേഷൻ എന്ന് പറയാം. അപ്പം ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ, അതാണല്ലോ നമ്മുടെ ടോപ്പിക്. അതുകൊണ്ടാണ് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തി എന്താണ് ഡിഫോറസ്റ്റേഷൻ നടത്തി എന്താണ് വെറുതെ നമ്മൾ എഫോറസ്റ്റേഷൻ ചെയ്തുകൊണ്ട് അത് എന്താണ് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം സോ ദിസ് ബിക്കംസ് എ ലാൻഡ്മാർക്ക് ഇൻ ജുഡീഷ്യൽ ഫോറസ്റ്റ് കൺസർവേഷൻ. നെക്സ്റ്റ് കേസ് ഈസ് ഗോവ ഫൗണ്ടേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2014. എന്താണ് ചെയ്തത്? എന്താണ് ക്യാൻസൽ ഇല്ലീഗൽ അയൺ ഓർ മൈനിങ് ലീസസ് ഇൻ ഗോവ. ഇല്ലീഗലായിട്ടുള്ള അയൺ ഓർ മൈനിങ് അതിൻ്റെ ലീസ് അവിടെ എന്താണ് ഗോവയിൽ നടന്നത് ക്യാൻസൽ ചെയ്തു. ഓൾസോ ഹെൽഡ് റെക്ലെസ് മൈനിങ് വയലേറ്റ്സ് പ്രിൻസിപ്പിൾസ് ഓഫ് കൺസർവേഷൻ ആൻഡ് ട്രസ്റ്റ്. ദെൻ എൻഷുർഡ് അക്കൗണ്ടബിലിറ്റി ഇൻ നാച്ചുറൽ റിസോഴ്സ് ഗവേണൻസ്. അപ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനകത്ത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് മൂന്നാമത്തെ സബ് ടോപ്പിക്ക്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ is a foundation, it's a cornerstone, it's a foundation of sustainable development. അപ്പം it's an integral part of എന്താണ് right to life article 21. It includes protection, regulation, restoration and enhancement of environment. Also state duties under article 48A അത് സ്റ്റേറ്റിന് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി. ആൻഡ് സിറ്റിസൺ ഹാസ് ഓൾസോ ആൻ ഒബ്ലിഗേഷൻ ആസ് എ ഡ്യൂട്ടി അണ്ടർ ആർട്ടിക്കിൾ 51AG. അതിൻ്റെ കേസ് ലോസ് എന്ന് പറയുന്നത് ഏതാ? സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. എന്താണ്? റൈറ്റ് ടു പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ.
ആർട്ടിക്കിൾ 21 കൊണ്ടുവന്ന കേസാണ് സുഭാഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ 1991. ഓൾസോ എൻവയൺമെന്റൽ ഡിഗ്രഡേഷൻ ഇക്വേറ്റഡ് വിത്ത് ഡിനയൽ ഓഫ് എൻവയൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഡിനയൽ ഓഫ് റൈറ്റ് ടു ലൈഫ്. എൻവയൺമെന്റൽ degradation is equal to denial of right to life. Also എന്താണ്, ഇറ്റ്സ് റെക്കഗ്നൈസ്ഡ് ക്ലീൻ എൻവയൺമെന്റ് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. അതായത് പൊല്യൂഷൻ ഫ്രീ വാട്ടർ ആൻഡ് എയർ എന്ന് പറയുന്നതാണ് ക്ലീൻ എൻവയൺമെന്റ്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ദെൻ MC Mehta versus Union of India. Kenga pollution case ഇത് കൊണ്ടുവരാം. Tanneries is ordered to stop discharging untreated effluents. Untreated effluents ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എവിടെ? ടാനറീസ് വഴി. അപ്പം സോ അത് കോർട്ട് എന്ത് ചെയ്തു? ഓർഡേർഡ് ടു സ്റ്റോപ്പ് ടാനറീസ്. ഓൾസോ ഇവിടെ എന്താ വന്നത്? പബ്ലിക് ഹെൽത്ത് ഈസ് പ്രയോറിറ്റൈസ്ഡ്. അതിന് പ്രയോറിറ്റി കൊടുത്തു. എവിടെ? ഓവർ ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റ്. ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റിന് പുറത്ത് ഒരു പ്രയോറിറ്റി പബ്ലിക് ഹെൽത്തിന് കൊടുത്തു. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എവിടെ വന്നു? സോ മാർക്ഡ് സ്ട്രോങ് ജുഡീഷ്യൽ എൻഫോഴ്സ്മെന്റ് ഓവർ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് ബൈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആ കൺസെപ്റ്റ് ഇങ്ങനെ എന്താണ് എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരുന്നു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻ്റർടൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന കുറേ കേസ് ലോസ്, ജുഡീഷ്യറിയുടെ ഇൻവോൾവ്മെന്റ്, ഇന്റർഫറൻസ് ആണ്, ഇന്റർഫറൻസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഒരു വളരെ ഫേമസ് കേസ് ആണല്ലോ മുനിസിപ്പൽ കൗൺസിൽ റത്ലം അല്ലേ, അതിച്ചത്. അതെന്താണ്? ഫിനാൻഷ്യൽ ഇതില്ല എന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ല. ഡയറക്റ്റഡ് മുനിസിപ്പാലിറ്റീസ് ടു പ്രിവെന്റ് സീവേജ് ഡിസ്ചാർജ്, ഹെൽഡ് statutory authorities accountable for environmental duties. Also strengthened എന്താണ് citizens right to enforce development, enforce environmental law. Also എന്താണ് strengthened citizens right to enforce 51 എന്താണ് 51 AG. ഓക്കെ, അടുത്തത് വെഹിക്കുലാർ പൊല്യൂഷൻ കേസ്. ഡൽഹിയിൽ നടന്ന വെഹിക്കുലാർ പൊല്യൂഷൻ കേസ്. MC Mehta versus Union of India. എന്താണ്? ഓർഡർ ഡൽഹി വെഹിക്കിൾസ് ടു ഷിഫ്റ്റ് ഫ്രം എന്താണ് ഡീസലിൽ നിന്നാണ് ഡീസൽ ടു CNG ഫ്യൂൽ എൻജിൻ. CNG ഫ്യൂവലിലേക്ക്, ഡീസൽ ഫ്യൂവലിൽ നിന്നും CNG ഫ്യൂവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എടുത്ത ഡൽഹി വെഹിക്കുലാർ പൊല്യൂഷൻ കേസ്. അതുകൊണ്ട് എന്താണ് അർബൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്തു. അപ്പം കോർട്ട് എന്താ ഇത് അവിടെ ചെയ്തത്? എന്തായിരുന്നു അവിടെ കോർട്ട് കാണിച്ചത്? ഇറ്റ്സ് എ പ്രൊയാക്റ്റീവ് ജുഡീഷ്യൽ റോൾ ഇൻ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ. എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനിലെ ഒരു പ്രൊയാക്റ്റീവായിട്ടുള്ള ജുഡീഷ്യൽ റോളാണ് അവിടെ നമുക്കൊരു എക്സാമ്പിളായിട്ട് അവിടെ വന്നത്. അപ്പം ഈ ഒരു ലോങ് എസ്സേ പഠിക്കുമ്പോൾ കുറേ ഷോർട്ട് എസ്സേസും, അതായത് 5-6 മാസത്തിന്റെ ഷോർട്ട് എസ്സേസ് ഇതിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത ഒരു 5-6 ഷോർട്ട് എസ്സേസ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നോക്കുക, വളരെ കെയർഫുൾ ആയിട്ട് ഇത് പഠിക്കുക. അടുത്ത ഷോർട്ട് എസ്സേയുടെ ടോപ്പിക്കാണ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ. അതൊക്കെ എന്താണ്? കേസ് ലോസ് ആണല്ലോ നമുക്ക് അത്യാവശ്യം. അപ്പോൾ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്രിൻസിപ്പിളാണ്. പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പബ്ലിക് ട്രസ്റ്റ്, പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ, അങ്ങനെയൊക്കെ എല്ലാത്തിനകത്തും വന്നിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വന്നിരിക്കുന്ന വൺ ഓഫ് ദ പ്രിൻസിപ്പിളാണ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് അവിടെ ഇതിന് മാത്രമായിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം അതിന്റെ കൺസെപ്റ്റ് പറയാം. പ്രിക്കോഷണറി പ്രിൻസിപ്പിളിന്റെ കൺസെപ്റ്റ് എന്താണ്? ഇറ്റ് റിക്വയർസ് പ്രിവെന്റീവ് ആക്ഷൻ ഇൻ ഫേസ് ഓഫ് എൻവയൺമെന്റൽ റിസ്ക്. പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും പ്രിവെന്റീവ് ആക്ഷൻ ആണ്. അപ്പൊ നമുക്ക് കണ്ണുടച്ചതൊക്കെ എഴുതാം. എന്താണ്? ആബ്സെൻസ് ഓഫ് സയന്റിഫിക് സർട്ടൻറ്റി ഈസ് നോ എക്സ്ക്യൂസ് ഫോർ ഇൻആക്ഷൻ. എന്താണ്? സയന്റിഫിക് ആയിട്ടുള്ള സർട്ടൻറ്റി ഇല്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. ദെൻ recognized as a customary international law and incorporated into Indian. അപ്പം നമ്മൾ പല ഡിക്ലറേഷൻസും വന്നിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവരുമ്പോൾ അതിനകത്തെല്ലാം ഈ
പ്രിൻസിപ്പിൾ ഒക്കെ തന്നെ അവിടെ അവരുടെ എന്താണ് ഡിക്ലറേഷൻസിനകത്ത് ഇത് ഒക്കെ ഉള്ളത്. പ്രിൻസിപ്പിൾ 1, 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന എസ്സേക്കകത്ത് ഞാൻ ഇതെല്ലാം പറഞ്ഞതായിരുന്നല്ലോ. അപ്പം അതൊക്കെ തന്നെ നമ്മൾക്ക് എന്താണ് ഒരു റെക്കഗ്നൈസ്ഡ് ആസ് എ പാർട്ട് ഓഫ് കസ്റ്റമറി ഇന്റർനാഷണൽ ലോ ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഇന്ത്യൻ ലോ. എങ്ങനെയാണ് ചില പോയിന്റ്സിന് റിസർവേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ പാർലമെന്റിൽ എനാക്ട് ചെയ്യും. അങ്ങനെയാണ്. സിഗ്നേറ്ററി മാത്രമായാൽ പോരാ, നമ്മൾ ഇവിടെ വന്നിട്ട് അത് നമ്മളിവിടെ എനാക്ട് ചെയ്യുകയും ചെയ്യണം. ചിലത് നമുക്ക് പറ്റത്തില്ലെങ്കിൽ റിസർവേഷൻ ചെയ്യും. ആ പ്രിൻസിപ്പിൾസ് നമ്മൾ റിസർവ് ചെയ്ത് അവിടെ വെച്ചേക്കും. അതിനൊരു ആക്ഷനും അവിടെ ഉണ്ടാകത്തില്ല. ഇനി എന്താണ് അതിൻ്റെ ഫോക്കസ്? പ്രിക്കോഷണറി പ്രിൻസിപ്പിളിൻ്റെ ഫോക്കസ് എന്താണ്? പ്രിവെൻഷൻ ഈസ് ചീപ്പർ ആൻഡ് മോർ ഇഫക്റ്റീവ് ദാൻ ക്യൂർ. അതാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതിൻ്റെ കേസസ് ഏതൊക്കെയാ? AP പൊല്യൂഷൻ കൺട്രോൾ വേഴ്സസ് എന്താണ് MB നായിഡു. എന്താണ് പറഞ്ഞേക്കുന്നത്? പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ഈസ് എ സെൻട്രൽ അതായത് കോർണർസ്റ്റോൺ ടു എൻവയൺമെന്റൽ ലോ. ദെൻ എന്തായിരുന്നു? Scientific uncertainty cannot delay a protective action. Also encouraged reliance on expert scientific advice. നമുക്ക് എക്സ്പെർട്ട് ആയിട്ടുള്ള സയന്റിഫിക് അഡ്വൈസിൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലൊക്കെ എന്താണ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ടല്ലോ, പുറമേ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റി ഒക്കെ ആയില്ലേ. അപ്പോൾ അതിനകത്ത് അവിടെ ഇതൊക്കെ ഇങ്ങനെയുള്ള കേസുകളിൽ നിന്നൊക്കെ വന്നേക്കുന്നതാണ്. അതിൻ്റെ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗമായി, ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് എൻകറേജ്ഡ് റിലയൻസ് ഓൺ എക്സ്പെർട്ട് സയന്റിഫിക് അഡ്വൈസ്. വെല്ലൂർ സിറ്റിസൺ, അവിടെ ഈ കേസുകളൊക്കെ എല്ലായിടത്തും പറയാം. വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്താണ്? അഡോപ്റ്റഡ് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ ലോ. Industries must ensure no ecological harm even if it is something is some technicalities or scientific knowledge is uncertain. Then legalized preventive environmental measures. അടുത്ത കേസ് ഏതാണ്? ND ജലാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, തെഹ്രി ഡാം കേസ് എന്ന് പറയും. അപ്പം അതെന്താണ്? It applied precaution to access safety of Tehri Dam project. Tehri Dam projectന്റെ സേഫ്റ്റിക്ക് ഉള്ള പ്രിക്കോഷൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഓൾസോ ഇറ്റ് സ്ട്രെസ്ഡ് ദാറ്റ് റിസ്ക് ടു ലീവ്സ് അല്ലെങ്കിൽ റിസ്ക് ടു എൻവയൺമെന്റ് മസ്റ്റ് ബി മിനിമൈസ്ഡ്. അത് രണ്ടും ലൈഫിനായാലും എൻവയൺമെന്റിനായാലും എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടേ എന്നുണ്ടെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി മിനിമൈസ്ഡ് എന്ന് പറഞ്ഞത് സ്ട്രെസ് ചെയ്തു ഇതിൻ്റെ കേസിൻ്റെ ജഡ്ജ്മെന്റ് സമയത്ത്. ഓൾസോ ബാലൻസ്ഡ് ഡെവലപ്മെന്റൽ നീഡ് വിത്ത് ഇക്കോളജിക്കൽ സേഫ്റ്റി. ഡെവലപ്മെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇക്കോളജിക്കൽ സേഫ്റ്റിയെ ഹാം ചെയ്യുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റും നമുക്ക് വേണ്ട. അങ്ങനെ വേണ്ട, അത് ബാലൻസ് ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഫിഫ്ത്ത് എന്താണ് ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് എസ്സേ. അത് ഇതുപോലെ തന്നെ എഴുതാം. എന്തൊക്കെയാണ്? പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. പൊല്യൂട്ടർ ബിയർസ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ പ്രിവെൻഷൻ ആൻഡ് റെമഡിയേഷൻ. ഓൾസോ എൻഷുർസ് കോസ്റ്റ് ഓഫ് പൊല്യൂഷൻ ആർ നോട്ട് ഷിഫ്റ്റഡ് ടു സൊസൈറ്റി അല്ലെങ്കിൽ പബ്ലിക് എക്സ്ചെക്കർ. എന്താണ് അതിൽ ആ സംഭവത്തിലേക്ക് ഇതിൻ്റെ കോസ്റ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിളിൻ്റെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റാണ് ഇൻക്ലൂഡ്സ് ബോത്ത് എന്താണ് കോമ്പൻസേഷൻ ടു വിക്ടിംസ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് എൻവയൺമെന്റ്. വിക്ടിമിന് എന്തൊക്കെ കൊടുത്തു? കോമ്പൻസേഷൻ കൊടുത്തു, എൻവയൺമെന്റ് റെസ്റ്റോറേഷൻ നടത്താനും പറഞ്ഞു. അപ്പം ഇത് എന്താണ് ഇത് ചെയ്തത്? ഇറ്റ് റൂട്ടഡ് ആബ്സല്യൂട്ട് ലയബിലിറ്റി ഡോക്ട്രിൻ ആൻഡ് ഇവോൾവ്ഡ് ബൈ ഇന്ത്യൻ കോർട്സ്. അപ്പം ആബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം കേസ് ഏതാണെന്നുള്ളത്, അല്ലേ?
അപ്പം അതേതാണ് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓൾറെഡി അറിയാം. ഇത് ജസ്റ്റ് നോക്കുക. ഇന്ത്യൻ കൗൺസിൽ ഫോർ എൻവയോ ലീഗൽ ആക്ഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എന്താണ്? പൊള്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് മെയ്ഡ് ലയബിൾ. കെമിക്കൽ വേസ്റ്റ് ക്ലീൻ ചെയ്യാതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലയബിൾ ആണെന്ന് പറഞ്ഞു. ഹെൽ ലയബിലിറ്റി കനോട്ട് ബി ഷിഫ്റ്റഡ് ടു ഗവൺമെന്റ് എന്ന് പറഞ്ഞു. സ്ട്രോങ്ലി ഇൻഫോഴ്സ്ഡ് പൊള്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. അത് സ്റ്റെർലൈറ്റ്, അതിന് ഏറ്റവും വലിയ ഇത് കൊടുത്തിരുന്നത് എന്താണ്? ഇമ്പോസ്ഡ് 100 crore കോമ്പൻസേഷൻ. 100 crore എന്താണ്? എക്സ്റ്റംപറി അല്ലേ ഡാമേജ് ആണ് അവിടെ വന്നത്. അപ്പം 100 crore കോമ്പൻസേഷൻ ആണ് പൊള്യൂട്ടിങ് കോപ്പർ സ്മെൽറ്റർ എന്ന് പറയുന്ന ആ സ്റ്റെർലൈറ്റ് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. ദെൻ ലയബിലിറ്റി കവേർഡ് ബോത്ത് ക്ലീൻ അപ്പ് ആൻഡ് ഡെറ്ററൻസ്. ഒന്ന് പഠിപ്പിക്കുക എന്നും കൂടി അതിനകത്ത് ഉദ്ദേശമുണ്ട്. ദെൻ അപ്ഡേറ്റഡ് പൊല്യൂട്ടർ പ്രിൻസിപ്പിൾ ഫോർ മോഡേൺ ഇൻഡസ്ട്രീസ്. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ലയബിലിറ്റി വന്നിട്ട് ഇവിടെ അബ്സല്യൂട്ട് ലയബിലിറ്റിയിലേക്ക് പോയ ആ കേസ് എന്ന് പറയുന്നത് ഒളിയം ഗ്യാസ് ലീക്കിന്റെ കേസ്. അതിൽ നിന്ന് പിന്നെ കുറെ കൂടി അഡ്വാൻസ് ചെയ്ത് കോമ്പൻസേഷൻ ഇങ്ങനെ നല്ല എന്താണ് എക്സംപ്ലറി ഡാമേജ് ആയിട്ട് തന്നു. അപ്പൊ ദെൻ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കൂടി ഇതിനകത്തുണ്ട്. പോവർട്ടി ബോത്ത് കോസസ് എന്തൊക്കെ ചെയ്യും? പോവർട്ടി ബോത്ത് കോസസ് ആസ് വെൽ റിസൾട്ട്, അതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ഫലമാണ് ഏത്? എൻവയൺമെന്റ് റെഗുലേഷൻ പോവർട്ടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ്. പോവർട്ടി കാരണമായിട്ട് എൻവയൺമെന്റ് ഡിഗ്രഡേഷനും ഉണ്ടാവും. എൻവയൺമെന്റ് ഡിഗ്രഡേഷന്റെ ഒരു ഫലമാണ് പോവർട്ടി. അതേപോലെ പോവർട്ടിയുടെ ഒരു ഫലമാണ് എൻവയൺമെന്റൽ ഡിഗ്രഡേഷൻ. അതുപോലെ അതിന്റെ ഒരു കാരണം കൂടിയാണ്. ഇത് രണ്ടും വരും. ദെൻ ഇറാഡിക്കേഷൻ ഈസ് സെൻട്രൽ ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ മെയിൻ സെന്റർ എന്ന് പറയുന്നതാണ് ഈ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് എൻഷ്യൂർസ് ഇക്കോളജിക്കൽ ബാലൻസ്, എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡസ് നോട്ട് വേഴ്സൺ ഹ്യൂമൻ സഫറിംഗ്. ഇക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ ഡസ് നോട്ട് വേഴ്സ് ഹ്യൂമൻ സഫറിംഗ്. അത് എൻഷുർ ചെയ്തിരിക്കണം. ദെൻ ബാലൻസ് ലിവ്ലിഹുഡ് റൈറ്റ്സ് വിത്ത് ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി. അത് രണ്ടും കൂടെ ലിവ്ലിഹുഡ് റൈറ്റും ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടെന്ന് കോർട്ട് ഒബ്സർവ് ചെയ്തു. ഇതിലും കേസ് ഇതൊക്കെ തന്നെ. RLET വേഴ്സസ് സൂപ്പ് സ്റ്റേറ്റ് ഓഫ് UP. എന്താണ് മുസോറിയിലെ ടാനറീസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അവിടുത്തെ വർക്കേഴ്സിനെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് റീഹാബിലിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനകത്തുനിന്ന് എന്താണ് ശരിക്കും അത് എന്ത് പ്രിൻസിപ്പിളാണ് അവിടുന്ന് ഇവോൾവ് ചെയ്തത്? ബാലൻസ്ഡ് എൻവയൺമെന്റ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. പോപ്പുലേഷൻ പോപ്പുലേഷൻ കംപ്ലീറ്റ് അവിടെ സോഷ്യൽ ജസ്റ്റിസ് കൂടെ എൻഷുർ ചെയ്ത് കഴിഞ്ഞാലേ ആ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻവയൺമെന്റ് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം കയറി ഇതെല്ലാം പ്രശ്നമുണ്ട്. കാട് ചിലപ്പം വട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ പോയി തീയിട്ടെന്നിരിക്കും. അപ്പം ഒരു ബാലൻസ് വേണം അല്ലേ? സോഷ്യൽ ജസ്റ്റിസ് വേണം. ആ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് എൻവയൺമെന്റ് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഓൾഗ ടെലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്താണ്? റെക്കഗ്നൈസ്ഡ് റൈറ്റ് ടു ലിവ്ലിഹുഡ്. നമ്മൾക്ക് എന്താണ് റൈറ്റ് ടു ലിവ്ലിഹുഡ് ആർട്ടിക്കിൾ 21 ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത കേസ് ഒലിഗ ടെലിസ് അല്ലേ? റൈറ്റ് ടു ലിവ്ലിഹുഡ് ഈസ് എ പാർട്ട് ഓഫ് ആർട്ടിക്കിൾ 21. അത് റെക്കഗ്നൈസ് ദ കേസ് ഒലിഗ ടെലിസ്. അതുപോലെ പോവർട്ടി എറാഡിക്കേഷൻ പറഞ്ഞു. അവിടെ തന്നെ എന്തോ അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റിയുടെ പ്രിൻസിപ്പിളിലേക്ക് അത് ഇങ്ങനെ കൊണ്ടുവരിക. ലിങ്ക്ഡ് സോഷ്യോ എക്കണോമിക് റൈറ്റ്സ് വിത്ത് സസ്റ്റൈനബിലിറ്റി. ഇനി അടുത്ത കേസ് നർമ്മദ ബച്ചാവോ ആന്തോളൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. എങ്ങനെയാണ്? സർദോവാർ ഡാമിന്റെ പ്രോജക്റ്റ് ആയിരുന്നല്ലോ.
അപ്പം അത് അലോ ചെയ്തു, പക്ഷേ റീഹാബിലിറ്റേഷൻ വേണം, മാൻഡേറ്ററി ആയിരിക്കണം. ഡിസ്പ്ലേസ്ഡ് ഫാമിലിയെ കംപ്ലീറ്റ് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. സോഷ്യൽ ഇക്വിറ്റി ആണ്, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ ജസ്റ്റിസ്, ഇതൊക്കെ തന്നെ ഇതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബാലൻസ്ഡ് ലാർജ് സ്കെയിൽ ഡെവലപ്മെൻറ്റ്. ഇനി പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ, ഇതൊരു ഷോർട്ട് എസ്സേ ആണ്. നമുക്ക് ഒരു 5 മാർക്കിൻ്റെ 4-5 ഷോർട്ട് ക്വസ്റ്റ്യൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഇത് നോക്കുക. എന്താണ്? സ്റ്റേറ്റ് ഹോൾഡ്സ് നാച്ചുറൽ റിസോഴ്സസ് ആസ് എ ട്രസ്റ്റി ഓഫ് ദ പീപ്പിൾ, cannot privatize or misuse resources meant to common use. ഇനി this doctrine applies to forest, rivers, beaches, minerals as well as spectrum, even spectrum. Then it prevents concentration of wealth in private hands. കേസുകൾ ഏതൊക്കെയാണ്? പബ്ലിക് ട്രസ്റ്റ് ഡോക്ട്രിൻ ഇവോൾവ് ചെയ്ത കേസ് കമൽനാഥിൻ്റെ കേസാണ്. ക്യാൻസൽ ലീസ് ഓഫ് ഫോറസ്റ്റ് അല്ലെങ്കിൽ റിവർ ബെഡ് ടു എന്താണ് കൺസ്ട്രക്ട് എ പ്രൈവറ്റ് റിസോർട്ട്. സോ ഹെൽഡ് എന്താണ് ഗവൺമെന്റ് held that government has no authority to alienate എന്താണ് കോമൺ റിസോഴ്സ്. ഇൻട്രൊഡ്യൂസ് ദ ഡോക്ട്രിൻ ഇൻ ഇന്ത്യൻ ലോയിലേക്ക് ഈ ഡോക്ട്രിൻ കൊണ്ടുപോകും. അടുത്ത 2 കേസുകൾ അത്ര എന്താണ് നമ്മൾ ഇതുള്ളതല്ല, ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം, അത്ര ഫെമിലിയർ അല്ല. ഇനി അഡീഷണൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ നർമ്മദ ബച്ചാവ് ആന്തോളനകത്ത് വന്നേക്കുന്നതാണ്. എങ്ങനെയാണ്? ഡെവലപ്മെൻറ്റ് projects must integrate economical, environmental as well as social concern. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓരോ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും എന്തെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഇക്കണോമിക് കൺസേൺസ്, നമ്മൾ എൻവയൺമെൻ്റൽ കൺസേൺസ്, സോഷ്യൽ കൺസേൺസ്, ഇതെല്ലാം കൂടെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് ഈ കൺസേൺസിൻ്റെ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടബിലിറ്റി എന്താണ്? റത്ലം മുനിസിപ്പാലിറ്റി കേസിനകത്താണ് പറഞ്ഞത്. എന്താ? ഞങ്ങൾക്ക് പൈസ ഇല്ല എന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റത്തില്ല. റെഗുലേറ്റേഴ്സ് ആസ് വെൽ ആസ് പൊള്യൂട്ടേഴ്സ് മസ്റ്റ് ബോത്ത് അക്കൗണ്ടബിൾ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇൻ എന്താണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതും കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. പ്രിൻസിപ്പിൾ ഓഫ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, അപ്പൊ എത്ര ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്? സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് ടു ബി കൺസൾട്ടഡ് ഇൻ എൻവയൺമെന്റൽ ഡിസിഷൻസ് ആൻഡ് ഇറ്റ് ഓൾസോ ഷുഡ് ബി റീഇൻഫോഴ്സ്ഡ് ത്രൂ EIA, environmental impact notification. Then principle of responsibility. അപ്പോൾ സ്റ്റേറ്റ്, അത് ഓളിയം ഗ്യാസ് ലീക്കേജ് കേസിൽ നിന്നാണ്. റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ആൻഡ് കോർപ്പറേഷൻ മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എൻവയൺമെന്റൽ റെസ്റ്റോറേഷൻ. അപ്പം അത്രയും പ്രിൻസിപ്പിൾസും കൂടെ ഇതിനകത്തുനിന്ന് വന്നു, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനകത്തുനിന്ന് വന്നു. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ, principle of accountability, principle of public participation, then principle of responsibility. അപ്പോൾ നന്നായിട്ട് നോക്കുക, നന്നായിട്ട് നോക്കി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്നതിനോടൊപ്പം വാച്ച് ചെയ്യുന്ന എല്ലാവരും എന്താണ് സ്കിപ്പ് ചെയ്യാതെ കാണാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. Thank you very much. Wait for another video from Law Seamers Law School. Thank you.